ലേണേഴ്സ് അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 9th സ്റ്റാൻഡേർഡിലെ 3ാമത്തെ പാഠത്തിലേക്ക് കടക്കുകയാണ്. പാഠത്തിൻ്റെ പേര് പക്ഷി ഓർ ദീപക്. പക്ഷി എന്ന് പറഞ്ഞാൽ പക്ഷി, പറവ, ചിരിയ. ചിരിയയും പക്ഷി സമാനാർത്ഥമുള്ള ശബ്ദങ്ങൾ. പക്ഷി ഓർ ദീപക് എന്നത് ചിതൽ. പക്ഷിയും ദീപകും. कहानी है, यह कहानीकार का नाम है मुक्तिबोध. यह पक्षी और दीमक कहानी किसने लिखी है? किससे लिखी हुई है? मुक्तिबोध से. ഈ മുക്തിബോധ് എന്ന് പറയുന്ന ഈ കഹാനിക്കാർ എഴുതിയ കഹാനികളിലെല്ലാം കാണുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആ കഹാനിയിലുള്ള ചെറിയ ഒരു തീമാണെങ്കിലും ആ തീമിലൂടെ ഇന്നത്തെ സമൂഹത്തെ ഉണർത്തുക, ഇന്നത്തെ സമൂഹത്തെ, ഇന്നത്തെ യുവതലമുറയെ കൂടുതൽ പ്രേരണ നൽകി അവരുടെ നൽവഴിക്ക് നയിക്കാനുള്ള, അവരെ നല്ല വഴിക്കും നല്ല മെസ്സേജും നൽകിക്കൊണ്ട് നല്ലതാക്കി തീർക്കാനുള്ള ഒരു ശ്രമവും കവി നടത്തുന്നത്. ഏത് കഹാനി എടുത്താലും ഒരു മെസ്സേജ് വളരെ കൃത്യമായ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഇന്നത്തെ യുവതലമുറയ്ക്ക് വേണ്ടി ഒരു മെസ്സേജ് കൃത്യമായും കാണും. അപ്പോൾ മുക്തിബോധ് എഴുതിയ കഹാനിയുടെ പേരാണ് പക്ഷി ഓർ ദീമക്. The bird and the ദീമക്. ദീമക് മീൻസ് ചിതൽ. ചിതൽ മക്കളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ആ ചിതലിനെ പറ്റി, ചിതൽ അതൊരു ലൈവ് സാധനമല്ല, ബട്ട് ദാറ്റ് ഹാസ് ബീൻ ഫോംഡ്. അത് ഫോം ചെയ്യുന്ന ഒരു സാധനമാണ് അല്ലേ? കാറ്റും ഇതുകൊണ്ട് ചെതൽ, നമ്മുടെ വീട്ടിൻ്റെ വാതിലിൻ്റെ അവിടെയൊക്കെ ചെതൽ കാണാം. അത് തനിയെ ഉണ്ടാവുന്നതാണോ? അല്ല, അശ്രദ്ധ കൊണ്ടും നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടും വൃത്തിയായി സൂക്ഷിക്കാത്തതുകൊണ്ടും കീടങ്ങൾ വന്നും ഇരുന്നും ഉണ്ടാകുന്ന പൊടിപടലങ്ങളാണ് ആ ചിതലുകൾ. ഓക്കെ, അതായത് ഈ കഥയിലൂടെ കഹാനിക്കാർ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഞാൻ കാര്യം മലയാളത്തിൽ പറഞ്ഞു തരാം. നിരന്തരമായ പരിശ്രമത്തിലൂടെ മാത്രമേ നാം വിജയത്തിലെത്തുകയുള്ളൂ. നാം ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ ശ്രമത്തിനിടയിൽ പലപ്പോഴും പരാജയങ്ങൾ വന്നേക്കാം. ആ പരാജയങ്ങളൊക്കെ തട്ടി മാറ്റി വിജയത്തിലേക്ക് നാം കുതിക്കണം. അത് മനസ്സിലാക്കാതെ നമ്മൾ എന്ത് ചെയ്യും? പരിശ്രമം ചെയ്യാതെ കുറുക്കു വഴിയിലൂടെ നാം ഉന്നതിയിലെത്താൻ ശ്രമിക്കും. നമുക്ക് കാണാം മക്കളെ, ഈ ലോകത്ത് പല കാര്യങ്ങളും കുറുക്കു വഴിയിലൂടെ. നമുക്കൊരു കമ്പനീൻ്റെ പ്രോഡക്റ്റ് ചിന്തിച്ചാൽ അതിന് ഭയങ്കര സെയിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടാത്ത എന്തൊക്കെ ആഡ് ചെയ്യും. അത് ആർക്കാണ്? നമുക്ക് ഹാംഫുള്ളായിട്ടുള്ള സാധനങ്ങൾ ആഡ് ചെയ്യുന്നു, പക്ഷെ അത് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. സോ അത് ഒരുപാട് കച്ചവടം നടത്തപ്പെടുന്നു. ഇൻ എഫക്റ്റ് അതെന്താണ് ചെയ്തത്? നമ്മുടെ സമൂഹത്തെ തകർക്കുന്നു. കുറുക്കു വഴിയിലൂടെ ഉന്നതിയിലെത്താൻ ആഗ്രഹിക്കുന്ന ഇന്നത്തെ തലമുറ കുട്ടികൾ മാത്രമല്ല, കോർപ്പറേറ്റുകാർ, പിന്നെ ബിസിനസ്സുകാർ, എൻ്റർപ്രൈസസ് നടത്തുന്നവർ. ഇപ്പം നമ്മളൊരു ഫിലിം കാണുന്നു. ഫിലിമിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാം ഉണ്ടെങ്കിലേ നമ്മൾ കാണുള്ളൂ. ഭയങ്കര അവാർഡ് ഫിലിമാണെന്ന് വെച്ചാൽ അടൂർ ഗോപാലകൃഷ്ണൻ്റെ പോലെ ചെയ്യാനുള്ള അവാർഡ് ഫിലിമാണെങ്കിൽ അതൊരു ക്ലാസിക്കായിട്ടുള്ള ഓഡിയൻസേ ഉണ്ടാവും ഒരുപാട്. കാരണം അതിൻ്റെ ടേസ്റ്റ്, അത് ഉൾക്കൊള്ളാനുള്ള ശക്തി, അത് മനസ്സിലാക്കാനുള്ള കഴിവുള്ളവർ മാത്രമേ അത് കാണാനുള്ളൂ. അല്ലാതെ ഒരു സാധാ പടം മോഹൻലാലിനെയോ മമ്മൂട്ടിനെയോ വെച്ചെടുക്കുമ്പോൾ അതിലെല്ലാം കാണും. എങ്ങനെ? ഓരോരോ ആൾക്കാരെയും പിടിച്ചിരുത്തത്തക്കവണ്ണമുള്ള ഡയലോഗ്സും അതിനനുസരിച്ചുള്ള തമാശകളും സീരിയസ് ആയിട്ടുള്ള എല്ലാ മസാലകളും, ഒരു സാമ്പാർ ഉണ്ടാക്കാനുള്ള എല്ലാ ചേരുവകളും എല്ലാം ചേർത്തിട്ടാണ് എന്തുണ്ടാക്കുന്നത്? ഒരു ഫിലിം ഉണ്ടാക്കുന്നത്. അതുപോലെ കുറുക്കു വഴികളിലൂടെ മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫോർ എക്സാമ്പിൾ കേസ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്സ്. നമുക്ക് പല അഡ്വർടൈസ്മെൻറ്റ്സും ടി വി തുറന്നാൽ കാണാം. ഈ അഡ്വർടൈസ്മെൻറ്റിൽ കാണുന്ന സാധനത്തിൻ്റെ പുറകെ നമ്മൾ ഓടിയാണ്. നമ്മൾ ഇവിടെ എത്തൂല. അത് നല്ലതാണ്, ഇത് നല്ലതാണ്, എല്ലാം നല്ലതാണ്. പക്ഷെ യൂസ് ചെയ്ത് കഴിയുമ്പോഴേ നമുക്കതിൻ്റെ ഉപയോഗവും അതിനെ കൊണ്ടുള്ള ഉപകാരവും മനസ്സിലാവുകയുള്ളൂ. അങ്ങനെയുള്ള തലമുറയെ എന്ത് ചെയ്യുക? അധ്വാനിക്കാതെ തലമുറയിലൂടെ, പക്ഷിയിലൂടെയാണ് നമുക്കത് വിളിച്ചിരുന്നത്. പക്ഷി എന്താ ചെയ്യുന്നത്? അധ്വാനിക്കാതെ ആഹാരം തേടുന്ന പക്ഷി. അധ്വാനിക്കാൻ വയ്യ. ഇപ്പോഴത്തെ നമ്മുടെ ഈ തലമുറ മാത്രമല്ല, എല്ലാ തലമുറയിലും മടിയന്മാർ. കഷ്ടപ്പെടാൻ വയ്യ. നമ്മുടെ ബൈബിളിലൊക്കെ പറഞ്ഞതിൻ്റെ വിയർപ്പ് കൊണ്ട് അധ്വാനിക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ അതില്ലാതെ മറ്റുള്ളവരുടെ അധ്വാനത്തിൽ നിന്ന് ചൂഷണം ചെയ്ത് മറ്റുള്ളവരെ പറ്റിച്ച് കുറുക്ക് വഴിയിലൂടെ നാം ചെയ്യുന്നവർക്ക് എന്ത് സംഭവിക്കുന്നു? അവരുടെ അസ്തിത്വം നഷ്ടപ്പെടുന്നു. ഐഡൻറ്റിറ്റി, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഐഡൻറ്റിറ്റി ഉണ്ട് മക്കളെ. ഈ ഐഡൻറ്റിറ്റി നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മളുടേതല്ലാത്തത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ്.
നമ്മൾ മാത്രം കൊയ്തത്, നമ്മൾ മാത്രം വിതച്ചത് നമ്മൾ കൊയ്യുകയാണെങ്കിൽ മാത്രമേ അസ്തിത്വം നഷ്ടപ്പെടാതെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ ആഹാരം അന്വേഷിക്കാതെ കഷ്ടപ്പെടാതെ ആഹാരത്തിന് വേണ്ടി നടന്ന ഒരു പക്ഷിയുടെ കഥയാണ് ആര് പറയുന്നത്? മുക്തിബോധ് പറയുന്നത്. ഈ കഥയിലൂടെ സമൂഹത്തിലെ ഓരോ വിഭാഗത്തെയും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഓരോ വിഭാഗത്തിലും നടക്കുന്ന ചൂഷണങ്ങളും ശോഷണങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു. എങ്ങനെ അവർ ലാഭം കൊയ്യുന്നു, എന്തൊക്കെ അവർ സമൂഹത്തോട് ചെയ്യുന്നു. ഓക്കെ, നൗ കം ടു ദ ലെസൺ. പക്ഷി ഓർ ദീമക്. ഏക് താ പക്ഷി. പിന്നെ ഒരു കാര്യം കൂടി, ഇറ്റ് ഈസ് എ സ്റ്റോറി. സ്റ്റോറിയുടെ പ്രത്യേകത എന്താ? എപ്പോഴും എന്താ വയ്ക്കുക? പാസ്റ്റ് ടെൻസ്. ഏക് താ പക്ഷി, ഏക് പക്ഷി താ. ഒരു പക്ഷി ഉണ്ടായിരുന്നു. കഥ അങ്ങനെയല്ലേ നമ്മൾ പറയാം. ഇന്ന് എൻ്റെ വീട്ടിൽ അത് ഉണ്ട് എന്നല്ല പറയാം. ഒരു രാജാവ് ഉണ്ടായിരുന്നു, രാജ്ഞി ഉണ്ടായിരുന്നു, രാജാവും രാജ്ഞിയും കൂടെ ഉലാത്തുവാൻ പോയിരുന്നു. എല്ലാം പറയുന്നതിനായിരിക്കും പാസ്റ്റ് ടെൻസ്. ഏക് താ പക്ഷി, ഒരു പക്ഷി ഉണ്ടായിരുന്നു. वह नीले आसमान में खूब ऊंचाई पर उड़ता जा रहा था. उसके साथ उसके पिता और मित्र भी थे. ചെറിയ ചെറിയ പാരഗ്രാഫാണ്, നമുക്കത് ഓരോന്നായിട്ട് എടുത്തു പോവാം. ഓരോന്ന് കഴിഞ്ഞ് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് പറഞ്ഞിടും. അപ്പം തന്നെ അണ്ടർലൈൻ ചെയ്യുക, അർത്ഥം എഴുതുക, എന്തൊക്കെ അറിയണം അതൊക്കെ മാർക്ക് ചെയ്യാം. ഏക് താ പക്ഷി, ഒരു പക്ഷി ഉണ്ടായിരുന്നു. വ നീലെ ആസ്മാൻ മേ, നീലെ ആസ്മാൻ, അണ്ടർലൈൻ നീലെ ആസ്മാൻ. അതിൽ ആസ്മാൻ എന്നുള്ളത് സജ്ഞ, നീല എന്നുള്ളത് അതിൻ്റെ വിശേഷണം. आसमान का रंग क्या है? नीला. कभी कभी वो काला भी हो जाता है, लेकिन यूजुअली नहीं. आसमान का കളർ നമ്മൾ എപ്പോഴും പറയുന്നതാണ് നീല. നീലെ ആസ്മാനിലെ, നീല ആകാശത്തിൽ, പർവ്വതാനി വിരിച്ചതുപോലെയുള്ള വിശാലമായ ആകാശത്തിൽ, खूब ऊंचाई पर, ഒരുപാട് ഉയരത്തിൽ. പക്ഷികൾ പറക്കുന്ന പക്ഷികളൊക്കെ കുഞ്ഞായിട്ട് കാണാം. താഴെ എത്തുമ്പോൾ മാത്രം അത് ചിറക് വിരിച്ചത് കാണുള്ളൂ. खूब ऊंचाई എന്ന് പറഞ്ഞാൽ എന്താ? വലിയ ഉയരത്തിൽ. ഉടുത്താ ജാരഹാത്ത, പറക്കുന്നുണ്ടായിരുന്നു. ഒരു പക്ഷി ഉണ്ടായിരുന്നു, ആ പക്ഷി ഉയരത്തിൽ പറക്കുന്നുണ്ടായിരുന്നു. ഉസ്കെ സാത്ത് ഉസ്കെ പിതാ और मित्र भी थे. ഈ പക്ഷിയുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? ഉസ്കെ പിതാ, അവരുടെ അച്ഛനും और मित्र, കൂട്ടുകാരും ഉണ്ടായിരുന്നു. അതാണ് ഫസ്റ്റ് സെന്റൻസ്. और ये पक्षी कहाँ उड़ता था? वह नीले आसमान में उड़ता था. कैसे उड़ता था? खूब ऊंचाई पर उड़ता था. ഒന്നാമത്തെ വരിയിൽ ശ്രദ്ധിക്കേണ്ടത് വനീലെ ആസ്മാൻ में वो पक्षी उड़ता था, खूब ऊंचाई पर उड़ता था. और उसके साथ कौन कौन थे? पिता और मित्र. That's all. ഒന്നാമത്തെ പാരാഗ്രാഫിൽ മനസ്സിലായില്ല മക്കള്? നീലെ ആസ്മാൻ में वो उड़ता था, खूब ऊंचाई पर उड़ता था, उसके साथ उसके पिता और मित्र भी थे. Now come to the second small paragraph. सब बहुत ऊंचाई पर उड़ने वाले പക്ഷി थे. സബ് ഏതൊക്കെ പക്ഷികളുണ്ട് ഇവിടെ? നമ്മളുടെ പക്ഷി, നമ്മുടെ ക്യാരക്ടറായിട്ടുള്ള പക്ഷിയുണ്ട്, പിതാവായ അച്ഛൻ പക്ഷിയുണ്ട്, പിന്നെ കുറേ കൂട്ടുകാരായിട്ടുള്ള പക്ഷികളുണ്ട്. സബ് മീൻസ് ഇവരെല്ലാവരും ബഹത് ഊഞ്ചായി പർ ഉടനെ വാലി പക്ഷി थे. പക്ഷികളൊക്കെ ഉയരത്തിൽ. ഉടുന, ഉടുന എസ് ഡ വെച്ചത്. ഉടുന മീൻസ് പറക്കുക. ഉഠന എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുണ്ട്, അത് നിൽക്കുക. ലടുക്കെ ഉഠത്തെ ഹേ, രണ്ടാമത്തെ ഠ. ലടുക്കെ ഉഠത്തെ ഹേ, ആൺകുട്ടികൾ എഴുന്നേറ്റ് നിൽക്കുന്നു. പക്ഷി ഉടുത്തെ ഹേ, പക്ഷി പറക്കുന്നു. രണ്ടും രണ്ട് പ്രൊനൗൺസിയേഷനാണ്. ഒന്ന് ഉഠത്തെ ഹേ, മറ്റത് ഉടുത്തെ ഹേ. ഉടനെ വാലി പക്ഷി थे. उनकी निगाहें भी बड़ी तेज थी. പറക്കുമ്പോൾ അത് മോളിൽ പറക്കുകയാണെങ്കിൽ അതിൻ്റെ കണ്ണുകൾ വളരെ തീക്ഷ്ണമായ കണ്ണുകളാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ വീട്ടിൽ എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ പെട്ടെന്നാണ് കാക്ക വന്ന് ട്രക്ക് നമ്മുടെ അടുത്ത് ഒറ്റ പോക്കാം. ഒരു നിമിഷം നേരം ഞോടി നമ്മൾ കണ്ണു പോലെ പെട്ടെന്ന് എടുത്തുകൊണ്ടു. ഉൻകി നിഗാഹ്, നിഗാഹ് എന്ന് പറഞ്ഞാൽ ദൃഷ്ടി, നസർ, ദൃഷ്ടി ബി ബടി തേസ് തി. തേസ് എന്ന് പറഞ്ഞാൽ തീക്ഷ്ണമായിരുന്നു. ഉനെ ദൂർ ദൂർ കി ഭനക് और दूर दूर की महक भी मिल जाती है. അപ്പോൾ ആകാശത്തിൽ പറക്കുന്ന എല്ലാ പറവുകളും നമ്മുടെ കഥാപാത്രമായ പക്ഷിയും പക്ഷിയുടെ അച്ഛനും പിന്നെ പക്ഷിയുടെ മിത്രങ്ങളും എല്ലാവരും കൂടി വളരെ ഉയരത്തിലാണ് പറക്കുന്നത്. പറക്കുമ്പോൾ എന്താ പറയുന്നത്? ഉൻകി നിഗാഹേ ബടി തേസ്, തീക്ഷ്ണമായ സൂക്ഷ്മമായ നോട്ടമാണ് അതിൻ്റെ. പക്ഷികളെ കാക്കയൊക്കെ നോക്കുന്നത് കാക്കയുടെ കണ്ണു പോലെ എന്ന് പറയില്ല, നമ്മൾ സൂക്ഷ്മമായിട്ടാണ് നോക്കുക. എങ്ങോട്ടാ നോക്കുക നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ നിഗാഹേ ബി ബഡേ തേസ് തി.
उन्हें दूर दूर की भनक എന്ന് പറഞ്ഞ ശബ്ദം എവിടെ നിന്ന് ഒരു ചെറിയ ഒച്ച ഉണ്ടായാലും അതിൽ കേൾക്കാം. അത്രയും കാത് വളരെ എന്താ പറയുക കപ്പാസിറ്റി കൂടിയതാണ്. ദൂർ ദൂർ കി ദൂരെയുള്ള ദൂറിൻ്റെ ഓപ്പോസിറ്റ് പാസ്. दूर दूर की भनक मीन्स ശബ്ദവും और दूर दूर की महक ദൂരെ നിന്നുള്ള ഗന്ധവും. ഇപ്പോൾ എവിടെയെങ്കിലും മീൻ മുറിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നല്ല മീനിൻ്റെ മണം വരുന്നുണ്ടോ ബിരിയാണി വയ്ക്കുന്നുണ്ടോ എങ്ങനെയാണ് കാക്കറിയുന്നത്? എവിടെയെങ്കിലും കല്യാണം എന്തെങ്കിലും വെച്ച് സദ്യ എല്ലാവരും കൂടി ഓടി വരും. ആരെങ്കിലും അവരെ വിളിച്ചിട്ടാണോ? അല്ല, ദൂർ ദൂർ സെ മെഹക്. അതിന് ദൂരത്ത് അതിൻ്റെ ഗന്ധം അതിന് പിടിച്ചു പറ്റാൻ പറ്റും. അപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയിലെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ. അതിൽ കാക്ക വളരെ ഉയരത്തിൽ പറക്കുന്നത് കൊണ്ട് തന്നെ അതിന് എന്ത് കഴിവ് കൊടുത്തു? നല്ല സൂക്ഷ്മ ദൃഷ്ടി, പിന്നെ ശബ്ദം കേൾക്കാനുള്ള കഴിവ്, പിന്നെ സുഗന്ധം മണത്തറിയാനുള്ള പെട്ടെന്ന് മണത്തറിയാനുള്ള കഴിവ്. ഓക്കെ, ദെൻ കം ടു ദ നെക്സ്റ്റ് പാരാ. एक दिन वह नौजवान पक्षी जमीन पर चलती हुई एक बैलगाड़ी को देख लेता है. ഈ പക്ഷിയുടെ വിശേഷണം എന്താണ്? നൗജവാൻ. നൗജവാൻ എന്ന് പറഞ്ഞാൽ യുവത്വം തുളുമ്പുന്ന യുവാവായിരിക്കുന്ന ഒരു പക്ഷിയാണിത് നമ്മളുടെ പക്ഷി. കൈസെ പക്ഷി ഹെ? നൗജവാൻ പക്ഷി. അണ്ടർലൈൻ നൗജവാൻ പക്ഷി. പക്ഷി നാമം നൗജവാൻ എന്നുള്ളത് ആ പക്ഷിയുടെ വിശേഷണം. നൗജവാൻ പക്ഷി ജമീൻ പർ ചൽത്തി ഹുയി एक बैलगाड़ी को देख लेता है. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പറക്കുകയാണ് പക്ഷി. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ഭാവമുണ്ട്, മടിയനാണ് ആ പക്ഷി. അപ്പം അത് നിലത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട്, പക്ഷികൾ പറക്കുമ്പോൾ മുകളിലോട്ടല്ല നോക്കുക, ഇങ്ങനെ നോക്കിക്കൊണ്ട്. കണ്ടിട്ടില്ലേ പക്ഷികൾ പറക്കുന്നത്? ചൽത്തി പോയി ഏക് ബൈൽഗാഡി കോ ദേഖ് ലേത്ത. പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ടു നിലത്തിലൂടെ, റോഡിലൂടെ, ജമീൻ മീൻസ് നിലത്തിലൂടെ ഏക് ബൈൽഗാഡി, ഒരു കാളവണ്ടി പോകുന്ന കണ്ടു. അത്രയും പറഞ്ഞ നേരെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. വളരെ സൂക്ഷ്മമായ ദൃഷ്ടിയാണ്. പിന്നെ ശബ്ദം, വണ്ടിയുടെ കിട്ടക്കട്ട കാളവണ്ടിയാണ് ബൈൽഗാഡി. അത് പോകുമ്പോൾ ഒരു ഒച്ച ഉണ്ടാവില്ല, അത് അതിന് ദൂരെ കേൾക്കാം. और उसमें बड़े बड़े बोरे भरे हुए. അത് കണ്ടു, ബൈൽഗാഡി കണ്ടു. അപ്പോൾ നോക്കിയപ്പോൾ അതിലെന്തുണ്ട്? ഉസ്മേ, ആ ബൈൽഗാഡിയിൽ ബഡേ ബഡേ ബോരെ, വലിയ വലിയ ചാക്കുകൾ വെച്ചിരിക്കുന്നു. അതിന് ദൂരത്ത് നിന്ന് അതിന് മനസ്സിലായി ബഡേ ബഡേ ബോരെ ഹുए, വലിയ വലിയ സഞ്ചികൾ. गाड़ी वाला चिल्ला चिल्ला कर कहता है. गाड़ी वाला बैलगाड़ी ചലിപ്പിക്കുന്ന ആളെന്താണ്? बैलगाड़ी चलने वाला वो है गाड़ी वाला. गाड़ी चलने वाला गाड़ी वाला. गाड़ी वाला चिल्ला चिल्ला कर कहते हैं. ഭയങ്കര ഒച്ച. നമ്മുടെ റോഡിൻ്റെ സൈഡിലൂടെ, നമ്മുടെ വീടിൻ്റെ അടുത്തുകൂടി ഈ ചൂല് വിൽക്കാനൊക്കെ ആൾക്കാർ വരുമ്പോൾ ചൂട് ചൂട് എന്നൊക്കെ പറഞ്ഞ പോലെ കണ്ടിട്ടില്ലേ? നമ്മൾ എവിടെ നിന്നാണ് നമ്മൾ ഓടി വരും. അല്ലെങ്കിൽ ഒരു അനൗൺസ്മെൻറ്റ് വരുന്നത് എന്തെങ്കിലും. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് നിങ്ങൾ പുറത്ത് പോകരുത്, മാസ്ക് ഇടണം, നിങ്ങളത് അത്യാവശ്യമല്ലാതെ പുറത്തുനിന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ നമുക്ക് അറിയാമെങ്കിലും നമ്മൾ ഓടി ഫ്രണ്ടിലോട്ട് വരും. അപ്പം ഗാഡി വാല ചില്ലാ ചില്ലാക്കർ കരുത്താൻ നിലവിളിച്ചോട്ട് പറയുന്നു. ദോ ദീമകേണ്ടോ ഏക് പങ്കു. ദോ ദീമകേണ്ടോ, രണ്ട് ചിതലുകൾ, ചിതൽപുട്ടി ഞാൻ തരാം. ഏക് പങ്ക് ദോ, ഒരു ചിറക് തന്നാൽ രണ്ട് ചിതൽപുട്ടി തരാം. അതാണ് അവർ തമ്മിലുള്ള കച്ചവടം. മനസ്സിലാക്കണം പോലെ ബാർഗെയിനിങ് സിസ്റ്റം, ബാർട്ടർ സിസ്റ്റം വോട്ട് വി ഹാവ്. നമ്മളെ റിമോട്ട് സമയത്ത് നമ്മുടെ പഴയ കാലത്ത് ഉണ്ടായതുപോലെ അത് തന്നാൽ ഇത്. അപ്പം ഗാഡിവാല എന്താണ് കൊടുക്കുന്നത്? രണ്ട് ചിതല്. പകരം പക്ഷി എന്ത് കൊടുക്കണം? പക്ഷിയുടെ ഒരു ചിതൽ. ഓക്കെ, നൗ കം ടു ദ തേർഡ് പാര അഗൈൻ. एक दिन वह नौजवान पक्षी जमीन पर चलती हुई एक बैलगाड़ी को देख लेता है. नौजवान पक्षी എന്താണ് കാണുന്നത്? जमीन पर चलती हुई एक बैलगाड़ी को देख लेता है. उसमें बड़े बड़े बोरे भरे हुए. वो बैलगाड़ी को देखता है, वो बैलगाड़ी को देखता है, लेकिन वो क्या देखते हैं? बैलगाड़ी में बोरे भरे हुए, ചാക്കുകൾ നിറഞ്ഞിരിക്കുന്നു. എന്തോ അതിൻ്റെ അകത്തുള്ളത് മനസ്സിലായി. പെട്ടെന്ന് ഗാഡിവാല ചില്ലാ ചില്ലാക്കർ कहता है. ദോ ദീമകേ, രണ്ട് ചിതലുകൾ എടുത്താൽ എന്ത് തരണം? എനിക്കൊരു ചിറക് തരണം. Got it? Now this is the first part. Now I'll read once again. एक था पक्षी, वह नीले आसमान में खूब ऊंचाई पर उड़ता जा रहा था. उसके साथ उसके पिता और मित्र भी थे. सब बहुत ऊंचाई पर उड़ने वाले पक्षी थी. उनकी निगाहें भी बड़ी तेज थी. उन्हें दूर दूर की भनक और दूर दूर की महक, भनक शब्दम, महक सुगंधम भी मिल जाती. एक दिन वह नौजवान पक्षी जमीन पर चलती हुई एक बैलगाड़ी को देख लेता है.
उसमें बड़े बड़े बोरे भरे हुए थे। बैलगाड़ी में क्या है? अब ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, नौजवान पक्षी जमीन पर क्या देखा? മൂന്നാമത്തെ പാരഗ്രാഫിലെ നൗജവാൻ പക്ഷി, പാരഗ്രാഫ് പറയാൻ പറ്റില്ല മക്കളെ, ഇറ്റ് ഇസ് സ്മോൾ സെന്റൻസസ്, ഇറ്റ്സ് എ സ്റ്റോറി, സോ ഹി വാണ്ട് ടു ഗിവ് ദ കറക്റ്റ് ഡിസ്ക്രിപ്ഷൻ. അപ്പം जमीन पर नौजवान ने क्या देखा? नौजवान ने एक बैलगाड़ी को देखा. എന്താ പറയാ? नौजवान ने एक बैलगाड़ी को देखा. इनी बैलगाड़ी में क्या है? बैलगाड़ी में भोरे से भरे दीमकों से भरे बोरे. എന്താണ്? दीमकों से भरे बोरे हैं. അതോടെ നമ്മൾ എഴുതി വെക്കണം. बैलगाड़ी में दीमकों से भरे बोरे हैं. ചിതലുകൾ നിറച്ചിട്ടുള്ള സഞ്ചികൾ. बैलगाड़ी में दीमकों से भरे बोरे हैं. और गाड़ी वाला क्या कहता है? वो चिल्ला चिल्ला कर कहता है. वो चिल्ला चिल्ला कर क्या कहता है? 2 दीमकें लो, 1 पंख दो. എന്താ പറയുന്നത്? 2 दीमकें लो, 1 पंख दो. सो बोरों से भरे दीमकों से भरे बोरों को देखकर वह पक्षी वो नीचे देखता है, वह बैलगाड़ी को देखता है, गाड़ी वालों को देखता है, और गाड़ी में दीमकों से भरे बोरे को भी देखता है. और गाड़ी वाला यह चिल्ला चिल्ला कर बताती है कि 2 दीमकें लो, 1 पंख. ഓക്കെ, അതാണ് ഈ പാഠത്തിൽ. ഇവിടെയുള്ള പക്ഷി മക്കളെ ശ്രദ്ധിക്കുക. ഈ പക്ഷി എന്നുള്ളത് ഏതിനെ പ്രതിനിധാനം ചെയ്യുന്നു? എഴുതി വെക്കണം മക്കളെ. പക്ഷി എന്നുള്ളത് നൗജവാൻ, ഇന്നത്തെ യുവാപീഡിയെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഗാഡിവാല എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? വ്യാപാരി അല്ലെങ്കിൽ കോർപ്പറേറ്റ്. ഇന്നത്തെ കോർപ്പറേറ്റിനെയാണ് അത് ഇതാക്കുന്നത്. മക്കൾ എവിടെയെങ്കിലും എഴുതിയില്ല. പക്ഷി ആരെയാണ് കാണിക്കുന്നത്? നൗജവാൻ അല്ലെങ്കിൽ യുവാപീഠി. ഗാഡിവാല ആരെയാണ്? വ്യാപാരി അല്ലെങ്കിൽ കോർപ്പറേറ്റിനെ കാണിക്കുന്നു. ദീമക് ഇയാൾ കാണിക്കുന്ന സാധനം, ഇയാൾ കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം എന്താണ്? ദീമക് പ്രലോഭനത്തിൻ്റെ ചിഹ്നമാണ്. ദീമക് എന്താണ്? പ്രലോഭനത്തിൻ്റെ ചിഹ്നം. അവർ പങ്ക് എന്നുള്ളത് പക്ഷിയുടെ അസ്തിത്വത്തിൻ്റെ ചിഹ്നം. പങ്ക് എന്നുള്ളത് അസ്തിത്വത്തിൻ്റെ ചിഹ്നം. അത്രയും നമ്മൾ പഠിക്കാം. ഇതിനകത്ത് ഈ ഭാഗത്ത് ഇത്രയും ആൾക്കാരെ നമുക്ക് മനസ്സിലായത്. പക്ഷിയുണ്ട്, ഗാഡിവാലയുണ്ട്, ദീമക്കുണ്ട്, പിന്നെ പങ്കുണ്ട്. 4 അല്ലേ? പക്ഷി ആരെ കാണിക്കുന്നത്? നൗജവാൻ അല്ലെങ്കിൽ യുവാപീഠി. ഗാഡിവാല വ്യാപാരിയെ അല്ലെങ്കിൽ കോർപ്പറേറ്റിനെ പ്രതിനിധാനം ചെയ്യുന്നു. ദീപക് പ്രലോഭനത്തെ പ്രതിനിധാനം ചെയ്യുന്നു. പങ്ക് അസ്തിത്വത്തെ, ഐഡന്റിറ്റിയെ പ്രതിനിധാനം ചെയ്യുന്നു. അപ്പോൾ ഗാവ്കി സഡക് സവേരെ ഈ സംഭവം നടക്കുന്നത് ഇതിനെ പറ്റിയിട്ട് നമുക്ക് ഫസ്റ്റ് സീനിൽ നമുക്ക് പഠിക്കാതെ എഴുതാൻ വന്നാൽ ഇതിൻ്റെ സീൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്രാമത്തിലെ റോഡ്. ഗാവ്കി സഡക് സമയ സവേരെ 7 बजे എഴുതാൻ പറഞ്ഞാൽ അതിൻ്റെ ഒരു സമയം എഴുതണ്ടോ? സമയം ഗാവ്കി സഡക് എഴുതാം, സമയ സവേരെ 7 बजे. പക്ഷിയും മറ്റു പക്ഷികളും കൂടി ഫാമിലിയായിട്ട് എല്ലാവരും പറക്കുന്നതും അവർ കാണുന്ന സീൻസ്. Okay, now come to the next page. उस नौजवान पक्षी को दीमकों का शौक था. और नौजवान पक्षी के अंदर दीमकों का शौक था. दीमक ഭയങ്കര ഇഷ്ടമായിരുന്നു. നമുക്ക് അങ്ങനെയല്ലേ വീട്ടിൽ നമുക്ക് അമ്മമാർ ഭക്ഷണം തരുമ്പോൾ ഇത് വേണ്ട അത് വേണ്ട. ചില അമ്മമാരൊക്കെ ഇത് വേണ്ട അതുണ്ട്. ശരിക്കും അത് ചെയ്യാൻ പറ്റില്ല. വീട്ടിൽ എന്ത് അമ്മ ഉണ്ടാക്കുമോ അത് അവർ കഴിച്ചിരിക്കണം. उस नौजवान पक्षी को दीमकों का शौक था. അവന് കൂടുതൽ ഇഷ്ടം ഏതായിരുന്നു? दीमकों അല്ലെങ്കിൽ ചിതലുകൾ. वैसे तो ऊंचे उड़ने वाले पंछियों को हवा में ही बहुत से कीड़े तैरते हुए मिल जाते हैं, जिन्हें खाकर वे अपनी भूख थोड़ी बहुत शांत कर लेते हैं. സാധാരണഗതിയിൽ എല്ലാ പക്ഷികളും ദീമകയും അല്ലെങ്കിൽ ചിതലുകളല്ല കഴിക്കുക. അവർ ആകാശത്തിങ്ങനെ ആകാശത്തിങ്ങനെ പറന്ന് നടക്കുമ്പോൾ കാറ്റിലൂടെ കിട്ടുന്ന പ്രാണികൾ, കാറ്റിലൂടെ പറന്നു പോകുന്ന പ്രാണികൾ, ഹവാമേ തൈർത്തേ ഹുയേ കീട മീൻസ് ചെറിയ ചെറിയ പ്രാണികൾ കിട്ടും. ആ പ്രാണികളെ കഴിച്ചിട്ടാണ് അതിൻ്റെ വിശപ്പ് മാറ്റുന്നത്. സാധാരണഗതിയിൽ എന്താ പറയുക, സാധാരണ പക്ഷികളുടെ ഭക്ഷണം എന്താണ്? ഹവാമേ തൈർത്തേ ഹുയേ കീടോ. മനസ്സിലായി മക്കളെ?
हवा में ही बहुत से कीड़े ഒരുപാട് കീടങ്ങൾ നമ്മുടെ അറ്റ്മോസ്ഫിയർ ഇസ് നോട്ട് പ്യുവർ അല്ലേ. അതിൽ പലതരം കാറ്റിലൂടെ പലതും നമ്മളിപ്പോൾ ഇരിക്കുന്നു, നമ്മുടെ വീട്ടിൽ നമ്മളിരിക്കുന്നു, നമ്മുടെ വീട്ടിലെ ഒരുപാട് ചെറിയ വീട്ടിൽ പുറത്തുനിന്ന് പൊടിയൊക്കെ കാണാം. എങ്ങനെ വരുന്നതാ? കാറ്റിൽ വരുന്നതാണ് അല്ലേ. നമ്മളെ വീട്ടിലെ വണ്ണാമ്പര വരുന്നു, ഇങ്ങനെ ചുമലൊക്കെ നമ്മൾ മാതാവ് തട്ടണം, വണ്ണാമ്പര വരുന്നു. അത് എവിടെ നിന്ന് വരുന്നത്? നമ്മൾ ഉണ്ടാക്കുന്നതല്ല. നമ്മൾ കാറ്റിലൂടെ വന്ന് അത് അവിടെ ഒട്ടിപ്പിടിച്ച് അതിൻ്റെ കളറ് മാറി ആദ്യം വെള്ള കളറായി പിന്നെ കറുപ്പായി അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മുടെ കാറ്റിലൂടെയാണ് വരുന്നത്. അപ്പോൾ ഹവാമേ ഹി ബേഴ്സ് കീടേ തൈർത്തേ ഹുയേ. കീട മീൻസ് ചെറിയ പ്രാണികൾ, തൈർത്തേ ഹുയേ പാറി നടക്കുന്നു. ജിനെ ഖാക്കർ അത് കഴിച്ചിട്ടാണ് വാപ്പിനെ ഭൂ തോടി ബഹുത് ഷാം കറിലെത്തിയ. കുറച്ചെങ്കിലും വിശപ്പ് മാറ്റുന്നത് അതാണ്, മുഴുവൻ വിശപ്പ് അതിൻ്റെ മാറാറില്ല. ആ ഒന്നും കൂടെ വായിക്കാം. उस नौजवान पक्षी को दीमकों का शौक था. अंडरलाइन. उस नौजवान पक्षी को किसका शौक था? എന്നുവെച്ചാൽ दीमकों का शौक. दीमक എന്ന് മാത്രം എഴുതിയാൽ പോരാ, दीमकों का. उस नौजवान पक्षी को अंडरलाइन दीमकों का. शौक എന്ന് പറഞ്ഞാൽ അഭിരുചി അല്ലെങ്കിൽ ഇഷ്ടം. പിന്നെ पंछी अपनी भूख कैसे मिटाते हैं? യൂഷ്വലി സാധാരണഗതിയിൽ പക്ഷി അല്ലെ പഞ്ചി अपनी भूख कैसे मिटाते हैं? हवा में तैरते हुए कीड़ों को खाकर. हवा में तैरते हुए कीड़ों को खाकर वो अपनी भूख मिटाते हैं. പക്ഷി എങ്ങനെയാണ് തൻ്റെ വിശപ്പടക്കുന്നത്? ഹവാമേ തൈർത്തി ഹുയി, ഊഞ്ചി ഹവാമേ തൈർത്തി ഹുയി കീടോ കോ ഖാക്കർ വ അപ്പനി ഭൂക്ക് തോടി ബഹത് കുറച്ചൊക്കെ ശാന്തമാക്കും. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് पंछी को किसका शौक था? दीमकों का. नेक्स्ट क्वेश्चन, पंछी अपनी भूख कैसे मिटाते हैं? पंछी हवा में तैरते हुए कीड़ों को खाकर भूख मिटाते हैं. Got it? So come next. ഈ ഭൂക്ക് എന്നുള്ളതൊക്കെ സ്ത്രീലിംഗമാണ്. അപ്പിനി ഭൂക്ക്, പ്യാസ്, ഭൂക്ക് അപ്ന പ്യാസ്, അപ്നി പ്യാസ്, അപ്ന പ്യാസാണ്. വിശപ്പ് എന്നുള്ളത് സ്ത്രീലിംഗമാണ്. लेकिन दीमकें सिर्फ जमीन पर मिलती थी. അപ്പം ഇയാൾക്ക് ഈ പക്ഷിക്ക് ഒരു താല്പര്യമുണ്ട്. ഏത് ദീമകയും വേണമെന്ന്. ഗാഡിവാലയെ കണ്ടു, ഗാഡിവാല പറയുന്നത് കേട്ടു. അപ്പോൾ ഉള്ളിലെന്തായി? നമുക്ക് അങ്ങനെയല്ലേ, നമ്മുടെ വീട്ടിൽ അതിനാണ്ടിരിക്കുമ്പോഴായിരിക്കും അടുത്ത വീട്ടിൽ നല്ല ബിരിയാണിയുടെ മണം വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വയ്യോ, കിട്ടിയാൽ കൊള്ളാം. ഉടനെ അമ്മയുടെ പോയിട്ടൊരു അമ്മ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. തിന്നാൻ കിട്ടാക്കിയിട്ടോ ഒന്നുമല്ല, പക്ഷെ നമുക്കത് വേണം. നമ്മൾ എത്ര കഴിച്ചാലും നമുക്ക് വേണം. അല്ല നമ്മളെ വീട്ടിൽ നിന്ന് ഒരു സാധനം നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നമ്മളവിടെ ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കും, നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടാഞ്ഞിട്ടാണോ? അല്ല. അപ്പോൾ ലേക്കിൻ ദീമകയും സിർഫ് ജമീൻ പർ മിൽത്തി തീ. ഈ ദീമകയും എവിടെയേ കിട്ടുള്ളൂ? അപ്പോൾ താഴെ ജമീൻ പർ, ഈ ഭൂമിയുടെ നിലത്ത് നിന്നേ അത് കിട്ടുകയുള്ളൂ. कभी कभी पेड़ों पर जमीन से तने पर चढ़कर ऊंची डाल तक वे अपना मटियाला लंबा घर बना लेती. लेकिन ऐसे कुछ ही पेड़ होते और वे सब जगह न मिलते. लेकिन दीमकें अलकरिया ये दीमकें हवा में नहीं मिलती है. वह कहाँ से मिलती है? जमीन पर ही, निलത്ത് നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ. അതൊരു ക്വസ്റ്റ്യൻ. ദീമകെ कहाँ पर मिलती थी? सिर्फ जमीन पर. और जमीन എഴുതുന്ന മക്കളെ അണ്ടർലൈൻ ചെയ്യാം. लेकिन दीमके सिर्फ जमीन पर. എന്താണ് പറയാം? सिर्फ जमीन पर मिलती थी. कभी कभी पेड़ों पर, ചിലപ്പോഴൊക്കെ ചെടിയിൽ മരത്തിൽ കാണാം എന്ത്? ദീമകെ. പേടോ പർ സെമീൻ സേ തനെ പറിച്ചെടുക്കാൻ, നിലത്ത് നിന്ന് അതെവിടെ വരും? ട്രങ്ക്, ചെടിയുടെ തടിയിലോട്ട് കയറും. നിലത്ത് നിന്നാണ് അതിൻ്റെ തുടക്കം. ചെതല് കണ്ടിട്ടില്ലേ മക്കളെ? ചെതല് മരത്തിൻ്റെ മുകളിൽ കയറി എന്നിട്ട് മലം പൊള്ളയായി വീഴുന്നത്. ചെതല് നിലത്ത് നിന്ന് തനെ പറിച്ചെടുക്കാൻ. തനയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ട്രങ്ക് അല്ലെങ്കിൽ തടിയിലൂടെ കയറി ഊഞ്ചി ഡാൽത്ത, ഉയർന്ന കൊമ്പ് വരെ എത്തും. വേപ്പിന മട്ടിയാല ലംബാകർ ബനാലിച്ച്, അവിടെ അവരെന്തെങ്കിലും മണ്ണ് കൊണ്ട് വീടുണ്ടാക്കും പക്ഷികൾ. ചിതൽ വന്ന് അരിച്ച് ആ ചിതലൊരു പുറ്റായി മാറുമ്പോൾ അതിനുള്ളിലൊരു ദ്വാരമുണ്ടെങ്കിൽ അതിലവർ താമസിക്കും. ലേക്കിൻ ഐസെ കുച്ചി പേര് കൊടുത്തേ. എല്ലാ വൃക്ഷത്തിൻ്റെ മുകളിൽ കിട്ടില്ല, കുറച്ച് ചെടികളിൽ അത് കിട്ടുള്ളൂ. ഐസെ കുച്ചി പേര് കൊടുത്തേ അവർ വേസം ഏക് ജഗ അത് ഒരു സ്ഥലത്തും കിട്ടില്ല. നമ്മൾ അന്വേഷിച്ചു പോകണം. മക്കൾക്ക് മനസ്സിലായോ? അതായത് ഈ പുറ്റ് ഈ ചിതൽ എവിടെയാണ് കാണുന്നത്? ജമീൻ പർ. ജമീൻ പർ എല്ലായിടത്തും കാണും ഇല്ല. അപ്പം ഈ പക്ഷി പറയാണ് ചില സമയത്ത് എവിടെ കാണാം? വൃക്ഷത്തിൽ കാണാം. പക്ഷെ അത് എവിടെ നിന്ന് വരുന്നു? നിലത്ത് നിന്ന് വന്ന്
തനേപ്പർ, തന പറഞ്ഞ തടി, തടിയിൽ കയറി ഊഞ്ചേ ഡാട്ട്, ഉയർന്ന കൊമ്പ് വരെ. ചില നമ്മുടെ വീടിൻ്റെ പറമ്പിലൊക്കെ കാണാം, ചില വെള്ളം അടിയിൽ തന്നെ അതിന് അറ്റുപോകും, പിന്നെ അതങ്ങനെ പൊള്ളയായി മറിഞ്ഞു വീണ് പോവുകയും ചെയ്യാം. ചടുക്കർ ഊഞ്ചി ഡാട്ട് വേ പിന്നെ മട്ടിയാല ലംബാഗർ, ഊഞ്ചി ഡാട്ട് ഉയർന്ന കൊമ്പ് വരെ. വേ പിന്നെ മട്ടിയാല ലംബാഗർ, അവിടെ മണ്ണ് നിറഞ്ഞ മണ്ണ് കൊണ്ടുള്ള മൺവീടുണ്ടാക്കി. ലേക്കിൻ ഐസേ കുച്ചി പേടുകൊട്ടെ, പക്ഷെ എല്ലാ ചെടിയും അങ്ങനെ സംഭവിക്കില്ല. പിന്നെ മാത്രമല്ല അങ്ങനെയുള്ള ചെടികൾ ഒരു സ്ഥലത്ത് കാണുകയില്ല, എവിടെയെങ്കിലും ഒന്ന് റെയറായിട്ട് കണ്ടാലായി. അപ്പോൾ once again I am reading that. लेकिन दीमकें सिर्फ जमीन पर मिलती थी, कभी कभी पेड़ों पर जमीन से तने पर चढ़कर ऊंची डाल तक वे अपना मटियाला लंबा घर बना लेती. लेकिन ऐसे कुछ ही पेड़ होते और वे सब जगह नहीं मिलते. അതായത് ദീപകയും എവിടെയാണ് കാണുന്നത്? നിലത്താണ്. പക്ഷെ അത് ചില ചെടികൾ ചില വൃക്ഷത്തിൽ കാണാം. എങ്ങനെ? നിലത്ത് നിന്ന് അത് തനെ പറിച്ചെടുക്കാൻ, അതായത് നമ്മുടെ തടിയിലൂടെ കടന്ന് ऊंचे डाली तक पहुँचते हैं और ऊंचे डाली तक पहुँचने से मटियाला लंबा घर, ഒരു മണ്ണ് കൊണ്ടുള്ള മിട്ടി കാ ഘർ हम वहाँ बना सकते हैं. लेकिन ഇതിൻ്റെ കഷ്ടപ്പാട് എന്താണ്? എല്ലാ ചെടികളും അങ്ങനെ ഉണ്ടാവില്ല. और वे सब एक जगह नहीं मिलते. Come to the next. नौजवान पक्षी को लगा यह बहुत बड़ी सुविधा है. അപ്പോൾ ഇങ്ങനെ കിട്ടുന്നില്ല, പറിച്ചത് നല്ലൊരു കച്ചവടമാണല്ലോ. नौजवान पक्षी താഴ്ന്നതിനെ വിളിക്കണ്ടേ? तो दीमकों लो एक पंख दे दो. അപ്പോൾ बहुत बड़ी, നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. ഇപ്പോൾ ഐസ്ക്രീംകാരൻ അല്ലേ വരികയാണ്, ഐസ് മിഠായി നമുക്ക് പെട്ടെന്നൊരു ടെംപ്റ്റേഷൻ ഉണ്ടാവും, വാങ്ങിക്കണം. അല്ല എന്തെങ്കിലും പ്രത്യേക വിശേഷമായിട്ടുള്ള എന്തെങ്കിലും കാണുമ്പോൾ നമുക്കത് വേണം. അതുപോലെ ഇയാളുടെ ഒച്ചത്തിൽ നിലവിളി കേട്ടപ്പോൾ ഹി വാസ് ടെംപ്റ്റഡ്, അവന് പ്രലോഭനം, അവനത് വേണമെന്ന് തോന്നി. നൗജവാൻ പക്ഷിക്കോ ലഗ, അവന് തോന്നി. എന്ത് തോന്നി? യ ബഹുത് ബഡി സുവിധ, ഇത് നല്ലൊരു സൗകര്യമാണല്ലോ. സുവിധ, സൗകര്യം. एक आदमी दीमकों को बोरों से भरकर बेच रहा है. ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഫുഡാണെന്ത്? പക്ഷിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരമാണ് ദീമക്. ഒരാൾ ഈ ദീമകോക്കോ ഈ ചിതലുകളെ ചാക്കിൽ നിറച്ച് വിൽക്കാൻ പോകുന്നു. ഭയങ്കര നല്ല സംഭവമാണ്. അപ്പോൾ സ്വതവേ മടിയനാണ്. അപ്പോൾ ഇതും കൂടെ കണ്ടപ്പോൾ എന്ത് തോന്നി? നല്ല സുഖമായി. बहुत बड़ी सुविधा है. सुविधा मीन्स സൗകര്യം. एक आदमी दीमकों को बोरों में भरकर बेच रहा है. ദീപക് എന്ന് പറഞ്ഞാൽ ചിതലുകളെ സഞ്ചിയിൽ നിറച്ച് വിൽക്കുന്നു. ഇതാണ് ഫസ്റ്റ് പാർട്ട്. അപ്പോൾ ചുരുക്കത്തിൽ മാത്രം പറയാം, ഈ ഫസ്റ്റ് പാർട്ടിൽ ക്യാരക്ടർ പക്ഷിയും ദീമകും. പക്ഷി എന്ത് ചെയ്യുന്നു? പക്ഷി ആകാശത്തിൽ പറക്കുന്നു. പക്ഷിയുടെ കൂടെ ആര് പറക്കുന്നു? പിതാവ്, ഉസ്കെ മിത്ര. और पक्षी എന്ത് കാണുന്നു? जमीन पर वो क्या देखते हैं? जमीन पर वो एक बैलगाड़ी को देखते हैं. और बैलगाड़ी में क्या है? बैलगाड़ी में दीमकों से भरे घोड़े ചാക്ക് സഞ്ചികൾ കണ്ടു. ഹി വാസ് വെരി ഹാപ്പി കണ്ടപ്പോൾ അല്ലേ. അവൻ എന്ത് ചെയ്യുന്നു? അപ്പം പെട്ടെന്ന് അവൻ നോക്കിയപ്പോൾ ചില്ലാക്കർ कहते हैं ദോ എന്താണ് പറയുന്നത്? രണ്ടെണ്ണം എന്ത് തരാണ് പറയുന്നത്? ദോ ദീമകേം ലോ, രണ്ട് ചിതലെടുക്കൂ. ഏക് പങ്ക് ദോ. നമ്മളിപ്പോഴത്തെ ടൗണിലൊക്കെ പോകുമ്പോൾ ഒന്നെടുത്താൽ രണ്ട് എന്നുള്ള മട്ടിലാണ്. എന്തെങ്കിലും ഒന്ന് കളയാൻ രണ്ടെണ്ണം. അതായത് 100 രൂപ എടുത്താൽ ഒരു ഷൂ എടുത്താൽ ഒരു ഷൂ ഫ്രീ. അതുപോലെ രണ്ട് ദീമകയും ഒരു ഏക്ക് എന്താണ് ഒരു പങ്കാണ് ചെയ്യുന്നത്. രണ്ട് പകരം രണ്ട് ദീമകയും. ആ നൗജവാൻ പക്ഷിക്കാണെങ്കിലോ അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണെന്ത്? ദീമകയും. അപ്പോൾ സാധാരണഗതിയിൽ പക്ഷികൾ എന്താണ് കഴിക്കുന്നത്? ഹവാമേ തരത്തേക്കിയെ കീടയും. പക്ഷെ അത് ഒത്തിരി കുറച്ച് മാത്രമേ വിശപ്പടയുന്നുള്ളൂ. ദീമകയും പിന്നെ ഇവിടെ കിട്ടുന്നു. ഇയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഈ പക്ഷിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം, നമുക്ക് ബിരിയാണി, ചിക്കൻ ബിരിയാണി, ദം ബിരിയാണിക്ക് ഇഷ്ടമായതുപോലെ ദീമകയും ആണ് ഈ പക്ഷിയുടെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട ഭക്ഷണം. അത് പറയുന്നത് ചില വൃക്ഷങ്ങളിലൊക്കെ കാണാം, എല്ലാത്തിലും കാണില്ല, എല്ലാ സ്ഥലത്തും കാണില്ല. അവിടെ നമ്മുടെ മണ്ണ് കൊണ്ടുള്ള വീടുണ്ടാക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് പറയുന്നു? ഈ നൗജവാൻ പക്ഷി പറയുന്നു, നല്ലൊരു സൗകര്യമായി ഈ ദീമകോനെ നമ്മൾ എന്ത് ചെയ്യണം? ഓരോമേ ഭർക്കാൻ, നല്ലൊരു സൗകര്യമാണ് താഴെ കാണുന്നത്. ഒരാൾ ഈ ചിതലുകളെ എന്ത് ചെയ്യുന്നു? ചാക്ക് സഞ്ചി നിറച്ച് വിൽക്കുന്നു. എനിക്ക് എന്ത് ചെയ്താൽ താഴെ പോയി അത് വാങ്ങിയാൽ മതി. അപ്പോൾ ഈ ഇത്രയും ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് പക്ഷി ആരുടെ പ്രതീകമാണ്? നൗജവാൻ അല്ലെങ്കിൽ യുവാ പീഡിയുടെ പ്രതീകം. ഇതിലുള്ള ദീപക് പ്രലോഭനം.
അതായത് ടെംപ്റ്റേഷൻ കൊടുക്കുന്ന സാധനം. മൂന്നാമത്തത് ഗാഡിവാല. ഗാഡിവാല ഒരു വ്യാപാരി അല്ലെങ്കിൽ കോർപ്പറേറ്റ്, ഇന്നത്തെ കോർപ്പറേറ്റ് വ്യവസ്ഥിതിയിൽ കാണുന്ന കാര്യങ്ങൾ അതുമായിട്ട് കമ്പയർ ചെയ്യണം. അതായത് ഇന്നത്തെ സമൂഹത്തിലുള്ള പ്രലോഭനങ്ങൾ ഏതിലൂടെയാണ് ഇന്നത്തെ സമൂഹത്തിൽ? അഡ്വർടൈസ്മെൻറ്റിലൂടെ അല്ലേ? ഹോർലിക്സ് കഴിച്ചാൽ അങ്ങനെയാവും ഇങ്ങനെയാവും, അമ്മയ്ക്ക് ഹോർലിക്സ് കൊടുക്കുന്നു, പല അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ കാണുന്നില്ലേ? അതുകൊണ്ട് എല്ലാ അമ്മമാരും ഹോർലിക്സ് കഴിക്കുമോ? ഇല്ല. പക്ഷേ ഹോർലിക്സ് അത് കണ്ടിട്ട് കഴിക്കുന്നവരുണ്ട്. അങ്ങനെ അത്രയും ലൂക്രേറ്റീവ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻ്റ് ആണ് കൊടുക്കുക, ആകർഷകമായിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്. അതിൽ ട്രാപ്ഡ് ആയിട്ട് എന്ത് ചെയ്യും? അത് അതിൻ്റെ പുറകെ നമ്മൾ പോകും അല്ലേ? അപ്പോൾ അതുപോലെ ഈ പക്ഷിയും ഇയാളുടെ ഈ അഡ്വർടൈസ്മെൻറ്റ് ഏത് ധീമകെ ബോരെ മേ ഭർക്കർ वो गाड़ी में लाकर बेचते हैं. ഈ പക്ഷി എന്ത് ചെയ്യുന്നു? ആ ട്രാപ്പിൽ പെടുന്നു, ആ പ്രലോഭനത്തിൽ പെടുന്നു. ഇവിടുത്തെ പ്രലോഭനം എന്താണ്? ധീമകയും. ആ പ്രലോഭനത്തിൽ പെടുന്നു, അത് ആലോചിക്കുന്നു. നല്ല സൗകര്യം, സുവിധ, നല്ലൊരു സൗകര്യമാണല്ലോ. നമുക്കും അങ്ങനെയല്ല, വീട്ടിലത് കൊണ്ടുതരാം, വീട്ടിൽ സാധനം കൊണ്ടുതരാം, അതിൻ്റെ പുറകിൽ എന്തെങ്കിലും ലാഭേച്ഛയുണ്ടോ എന്ന് നമ്മൾ നോക്കാറില്ല. നമ്മൾ വീട്ടിലെത്തും, നമുക്ക് നടക്കണ്ട, നമുക്ക് സൗകര്യത്തിന് സാധനം എത്തണം. അതുപോലെയാണ് മക്കളെ ഇവിടെയും പക്ഷി, നൗജവാൻ പക്ഷി. അവിടെയാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത് മക്കളെ, നൗജവാൻ പക്ഷി. ഇന്നത്തെ യുവാ പീഡിയാണ്. ആ യുവാ പീഡിയെ പറ്റിയിട്ട് ഈ മുക്തിബോധ് പറയുന്നത്.